ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഈവനിങ് വ്ളോഗാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനും വേണ്ടി ഉമ്മച്ചി കടി ഉണ്ടാക്കുകയാണ്. വൈകുന്നേരം സ്കൂളിൽ വരുമ്പോഴത്തേന് ലിച്ചുവിന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഓളെ മോന്ത കടന്നലെ കുത്തിയ പോലെ ഉണ്ടാവും ഗൈസ്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ സ്കൂളിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പോൾ കടിയും കൂടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ പറയും വേണ്ട, അന്നത്തെ കാര്യം പോയി. അപ്പോൾ ഈ കടിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പല പല ഷേപ്പിലും ആവണ ഒരു പ്രത്യേക തരം കടിയാണ്. ഇതിൻ്റെ അമ്മച്ചിൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ളൊരു കടിയാണിത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മളെ സ്വന്തം കേരള സർക്കാരിൻ്റെ ഗോതമ്പ് പൊടിയും അതേപോലെ ശർക്കര ഉരുക്കി വെള്ളമാക്കിയതും പിന്നെ കുറച്ച് അപ്പസോഡ, കുറച്ച് ഉപ്പ്, ഇതൊക്കെ പാടെ കൂട്ടി കുഴച്ചങ്ങാണ്ടാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഉമ്മച്ചിക്ക് ലേശം പരവേശമുണ്ട്. അപ്പോൾ ഉമ്മച്ചി കുറച്ച് വെള്ളം കൂടി പോയിക്കണ്. അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളെ കടിയുമ്പോൾ കണ്ടിക്കണ്. സാധാരണ ഇത് നല്ല ഉണ്ടായി നിൽക്കണതാണ്. ഒന്ന് കുറച്ച് ലാഗായും കണ്ടാണ് കടി ഉണ്ടായിരിക്കണത്. അതൊന്നും പിന്നെ കുഴപ്പമില്ല, നമുക്ക് പിന്നെ തിന്നാൻ മാത്രം അറിയണോണ്ട് പിന്നെ എന്ത് കിട്ടിയാലും തിന്നും. പല പല ഷേപ്പിലില്ല കടികളാണ് കേട്ടോ നമ്മളത്. ഇതേതാ ഷേപ്പ് നമുക്ക് വിവരിക്കാൻ കഴിയാത്ത ടൈപ്പിലുള്ള ഷേപ്പുകളാണ്. ഹലോ, എനിക്ക് കൊരങ്ങനാണോ? ഇതാ കൊരങ്ങൻ കുട്ടി. അയ്യോ ചൂട്. അതെന്ത് മച്ചി, നിങ്ങൾ കുറച്ച് ഫോമിൽ ഫോട്ടോ എടുത്തോളൂ. ഞാനുണ്ട് വെള്ള പ്ലേറ്റ് ഒക്കെ എടുത്ത് നിൽക്കണേ. ഇതാ അയ്യവാ, ഇതെന്താ ചിക്കൻ കോഴിക്കാല് മാതിരി ഉണ്ടല്ലോ. ഇതെന്താണ്, പന്നിക്കുട്ടിയോ? അപ്പം മിലമോൾ ഇതൊക്കെ കയ്യെ പിടിച്ചുകൊണ്ട് നേരെ പോണത് ലിച്ചു വരുന്നുണ്ടോ നോക്കാനാണ്. ഓളൊരു 4 മണിയാകുമ്പോൾ തുടങ്ങും അവിടെ തന്നെ നോക്കിക്കല് ലിച്ചു വരുന്നുണ്ടോ എന്ന്. വന്നാൽ പിന്നെ പോരാടിയേക്കാരം, എന്നാലും വരുവോളം നല്ല സ്നേഹമാണ്. ആ അതെ, ഇത്ത പഠിച്ചാൻ പോയിക്കല്ലേ, അപ്പോൾ ഓള് വരും. അതാണ് ഇപ്പോൾ പറയണത് അല്ലേ? ആ ആ, ഇത് എനിക്ക് തന്നെ വിവരിച്ചു തരാൻ പറ്റാത്ത തരത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ കൊണ്ടുവരേണ്ടി വരും. ആ മിലോ ഇനി മതി, ആർക്കും ഒന്നും മനസ്സിലാവണില്ല. പള്ളവേദന ഉണ്ടോ? ആ എന്തിപ്പോ? അലമോള് നീച്ചാ പിന്നെ മീല് നിൽക്കൂല കേട്ടോ. ഓല് രണ്ടാളും ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഓല് ചെറിയ വ്യത്യാസമുള്ള പ്രായത്തില്, പക്ഷെ ഓല് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഇവിടെ ഒരാള് നീച്ചിക്കണ്. ലിച്ചൊന്ന് സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര അടിയാണ് കേട്ടോ വീട്ടില്. ഓളെ വരവ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിക്കണ് എന്തോ ഒരു അടിയുണ്ട്. സാധാരണ തുള്ളി ചാടി ഇങ്ങനെ സലാമൊക്കെ പറഞ്ഞ് വരുന്നതാണ്, പക്ഷെ എന്നൊരു ചെറിയ ചിരി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് എന്തോ പേച്ചിക്കണെന്നുള്ളത്. മറ്റോലെ അത്രയും നേരം കാത്തുന്നൊന്നും നോക്കൊരു വിഷയമല്ല. ഓളിങ്ങോട്ട് പോവാണ്. പിന്നെ പേരീൻ്റെ ഉള്ളിൽ കയറിയിട്ട് പൂര അടിയേനും ഉമ്മാനായിട്ട്. ഇന്നെന്തേ ഇന്ന് ഫുൾ കൽപ്പിലാണല്ലോ. എന്താ സീന്? അയ്യോ വാടാ, ഇന്ന് നല്ല സീനിലാണല്ലോ. ഇതെന്താ ലിച്ചോ, കാരണം എന്താ? ഇതെന്ത് തലയാണ്? ആൾക്കാർ ഇത്തിരിയുള്ളെങ്കിലും പാത്രത്തിൽ നിറയെ കടിവാണ് കേട്ടോ. 1-2 ഒന്നും കൊടുത്താൽ പറ്റൂല, ചോദിക്കാൻ 5-6 എന്നാണ്. കണ്ടില്ലേ, ഒരാൾ നിറച്ച് വെച്ചിരിക്കണ ഒരു പാത്രത്തിൽ. അത്രയും കണ്ടാലേ ഒന്നെങ്കിലും തിന്നുള്ളൂ.
ബർത്ത്ഡേ പോകുന്ന ആൾക്കാരാണേലും വലിയ ആൾക്കാരാന്നാ പോതി. പിന്നെ ഇവിടെ നടന്നത് ഒരു യുദ്ധമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതെന്നും ഉണ്ടാവണതാണ് കേട്ടോ. ഞങ്ങൾക്കിതൊരു പുത്തിരിയേ അല്ല. ഇവരെന്നും ഇങ്ങനെയാണ്. ഒരാൾക്ക് വേണ്ടത് ഒരാൾ എടുക്കുള്ളൂ. എന്താ മീലോ ഇവിടെ 2 എണ്ണം ഉണ്ടായിട്ട് ഓൾ എടുക്കണം എന്നെ വേണം എനിക്ക്. നെല്ലിച്ചു കുറച്ചു നേരം കൊടുത്തവാ. അടി ഉണ്ടാക്കില്ലേ? അല്ല ഗാളാണ് ഒരു മീനില് ലിച്ചു കൊടുക്കാളാണ്. ഇത് കുറച്ചു നേരം കൊടുക്കടി. ഓള് തരുവേ. അല്ല ഇച്ചടി കണി ഞാൻ ഓട്ടോട്ടെ. നിങ്ങൾക്ക് 2 ആക്കും വേണ്ട. ഈ ചട്ടി കണി എനിക്കുണ്ടോ? കൊറേ പറഞ്ഞ് ഏതായാലും ലിച്ചു ലാസ്റ്റ് കൊടുക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒരു റൗണ്ട് കൂടി ഞാൻ ഓട്ടി വന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ ഓട്ടാണ്. മിലന്റെ കയ്യിൽ പിന്നെ എന്താണ് കിട്ടിയാണ്ടല്ലോ. ഞാൻ നേരം വെളുക്കോളം മറ്റുള്ള ചോദിച്ചാണെങ്കിലും കൊടുക്കൂല. അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇവരപ്പം നിന്നാലേ 2 മണിക്കൂറൊക്കെ 2 മിനിറ്റ് പോലെയുള്ള നമുക്ക് തോന്നട്ടോ. നമ്മളെ തൊള്ളക്ക് ഒരു അടക്കം ഉണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ഓലോട്. എത്ര ആയാലും ഓല വാശിടിക്കൽ മാറൂല. പിന്നെ ഇതൊക്കെ ഒരു രസമാണ്. നമുക്ക് എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരപ്പം കുറച്ചു നേരം നിന്നൊക്കെ പോവും. ഇവള് പിന്നെ പ്രത്യേകരായിട്ടാണ് കേട്ടോ. ഇവക്ക് കുപ്പായ ഇടുന്ന അലർജിയാ തോന്നണേ. ഇവളെ എപ്പോഴും അപ്പിണ്ട് പറഞ്ഞാൽ ഇന്നെ കൊണ്ട് കുപ്പായ അയപ്പിക്കും. ഈ യുദ്ധമൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഇവര് വരാൻ കാത്തിക്കണ ഇപ്പപ്പാന്റെ വരവിനാണ്. 6 മണി ആയാൽ തുടങ്ങും എപ്പത്തിണില്ലേ ചോദിച്ചിങ്ങാണ്ട്. അങ്ങനെ ഇപ്പപ്പ വന്നിക്കണ്. ഇപ്പപ്പ വന്നാൽ പിന്നെ നേരം ഇങ്ങോട്ട് ഓടി ചെല്ലും ഇപ്പപ്പാൻ്റെ അടുത്തേക്ക്. ഇപ്പപ്പ എന്തെങ്കിലും പൊതി കൊണ്ടുവരും. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇല്ല വാങ്ങില്ല എന്നൊന്നും പറഞ്ഞാൽ ഒരു വിഷയമല്ല. ഓൾക്ക് ഇപ്പപ്പ വന്നാൽ മതി. ഓൾക്ക് ഇന്നെക്കാട്ടിലും അറ്റാച്ച്മെൻറ്റ് ഇപ്പാനോടും ഉമ്മാനോടാണ്. കാരണം ഓല് ചെറിയ കുട്ടികളായി നിന്ന് തന്നെ ഓല വളർത്തിയത് ഓലാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹം ഓൾക്ക് എന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞങ്ങളെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഒരു തുടക്കക്കാരെന്നുള്ള നിലയിൽ നിങ്ങളെ സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വ്ളോഗ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ.